ആദർശിന് നയനയോട് വല്ലാത്തൊരു അടുപ്പമാകുന്നുണ്ട് കേട്ടോ. നയനയില്ലെങ്കിൽ തൻ്റെ ഒരു കാര്യം നടക്കില്ല എന്നും തനിക്കിനി ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യം ആദർശ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് പൂർണ്ണമായിട്ടും തൻ്റെ കാര്യങ്ങളെല്ലാം നയനെ തന്നെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. തൻ്റെ എല്ലാ കാര്യങ്ങളിലും നയനെ ഇൻവോൾവ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ബിസിനസ് പരമായ കാര്യങ്ങളാണെങ്കിൽ കൂടി നയനയോട് അഭിപ്രായം ചോദിച്ചിട്ടാണോ ചെയ്യുന്നത്. ഇതൊന്നും തന്നെ ദേവയാനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പല സമയത്തും ഓഫീസിലേക്ക് പോകാൻ നേരം കൂടി നയനയോട് മാത്രമാണ് യാത്ര പറയാ. ഇതൊക്കെ കാണുമ്പോഴേക്കും ദേവയാനിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അങ്ങനെ ആദർശ് പോയതിനു ശേഷം നയനയുടെ മുറിയിലേക്ക് ദേവയാനി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്ത് കൈവശമാണ് എൻ്റെ മകനെ കൊടുത്തതെന്ന് ചോദിക്കുന്നു. നയന പറയുന്നുണ്ട്, അമ്മ എന്തായി പറഞ്ഞേ, ഞാൻ കൈവശം കൊടുത്തുന്നോ, ആർക്ക് കൊടുത്തുന്നോ ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. വേറെ ആർക്കാ, എൻ്റെ മോന്, അല്ലാതെ ആർക്കാ. ഇപ്പൊ ആദർശിന് എന്നെ കണ്ണിനെ കണ്ടുകൂടാ. ഇപ്പൊ അവനെ നീ മാത്രം മതി. അമ്മ അമ്മ എന്നും പറഞ്ഞ് എൻ്റെ പുറകെ നടന്നുകൊണ്ടിരുന്നവനാ. ഇപ്പൊ എന്നോടൊരു വാക്ക് പോലും അവൻ മിണ്ടാറില്ല. 2 ദിവസമായി എന്നോട് എന്തെങ്കിലും ഒരു വാക്കെങ്കിലും അവൻ മിണ്ടിയിട്ട് അതിനെല്ലാം കാരണക്കാരി നീ ഒറ്റയൊരുത്തിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയനെ പറയാണ്, അമ്മ എന്തൊക്കെയാ പറഞ്ഞേ, ഞാൻ ഒരിക്കലും ആദർശയോടുണ്ട് അങ്ങനെ ഒരിക്കലും പറയില്ല. എനിക്കുള്ളതല്ലേ അമ്മയും അച്ഛനും ഒക്കെ. അതുപോലെ തന്നെയല്ലേ ആദർശേട്ടനും. അപ്പം ഞാൻ ഒരിക്കലും അങ്ങനെയാണ് പറയുന്നത് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? മതിയടി, നീ പുണ്യാവധി ചമഞ്ഞാക്ക മതി. എനിക്ക് മനസ്സിലായി നിന്റെ സ്വഭാവം എന്താണെന്ന്. നീയെ എല്ലാവരും കൂട്ടിത്തലിക്കാനും എൻ്റെ മകനെ നിന്ന് പിരിക്കാൻ വേണ്ടിയിട്ടും നീ വളരെ സാമർത്ഥ്യമുള്ളവളാ. ഇവിടെ വന്ന ഇപ്പോൾ മുത്തച്ഛനെല്ലാം നിന്റെ കയ്യിലെടുത്തു. എൻ്റെ ജയേട്ടനെയും എൻ്റെ മകനെയും എല്ലാവരും നീ കയ്യിലെടുത്തു. ജാനകിയും അതുപോലെ ചെറിയച്ഛനെയും എല്ലാവരും നീ കയ്യിലെടുത്തു. അനിയും എല്ലാവരും ഇപ്പം നിന്റെ പുറകെയാ. ആ ഒരു അഹങ്കാരമാണ് നിനക്ക്. എല്ലാ ജോലികളും വീട്ടിൽ ചെയ്തും പൂജ ചെയ്തും കോലം വരച്ചും ഡിസൈൻ ചെയ്തും എല്ലാം നീ എല്ലാവരും കയ്യിലെടുത്തോണ്ടിരിക്കല്ലേ. ഇപ്പോൾ ആർക്കും എന്നെ കണ്ടുകൂടാ. ഈ വീട്ടിലെ മൂത്ത മരുമകളായിരുന്നു ഞാൻ. ഈ വീടിൻ്റെ സർവ്വ അധികാരങ്ങളും അവകാശങ്ങളും എല്ലാം എൻ്റെ പേരിലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിലായി. എല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റയിരുത്തിയ. മറ്റെന്ന് ഞാൻ ശ്രമിക്കും, പക്ഷേ എൻ്റെ മകനെ മാത്രം എന്നിൽ നടത്താൻ ഞാൻ സഹിക്കില്ല, ഞാൻ എന്നെ സമ്മതിക്കില്ല എന്ന് ദേവയാനി പറയുന്നുണ്ട്. അമ്മേ, സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്യണം ഈ പറയുന്നത്? ഞാൻ എൻ്റെ രീതി എങ്ങനെയാണോ അതുപോലെ ഇവിടെ തുടരുന്നത്. എനിക്ക് ആദർശേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ഒരിക്കലും ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല ഞാൻ വിവാഹം കഴിച്ചത്. പക്ഷേ ആ താലി ആദർശേട്ടൻ്റെ കഴുത്തിൽ കെട്ടി അന്ന് മുതൽ ആദർശേട്ടൻ എൻ്റെ ഭർത്താവാണ്. ഇവിടെയുള്ളവരെല്ലാവരും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഞാൻ അതുപോലെ തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് അമ്മയെ പറഞ്ഞ പോലെ ഞാൻ ആരെയും മയക്കാനോ ഒന്നിനും ശ്രമിച്ചിട്ടില്ലെന്ന് പറയുന്നു. മതി, നിന്റെ വേഷം കെട്ടിലൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഇനി നീ ഇവിടെ നിൽക്കണ്ട, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറയുന്നു. അമ്മ എന്തായി പറഞ്ഞേ? ഞാനെന്താ വല്ല പൂച്ച പട്ടികളാണോ? അമ്മ പറയുമ്പോഴൊക്കെ ഇറക്കി വിടാനും അമ്മ പറയുമ്പോഴൊക്കെ കയറ്റി വിടാനൊക്കെ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം ദേവേനി പറയാണ്, ഓഹോ, അത്രയ്ക്ക് അഹങ്കാരമായോ? ഈ വീടിൻ്റെ അധികാരം മുഴുവനും എൻ്റെ കയ്യിലാണ്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. നീ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ ഇവിടെ പച്ചവെള്ളം പോലും കുടിക്കില്ല, ഞാൻ ഇവിടെ കിടന്ന് മരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നയനെ പറയാണ്, ശരി, ഞാൻ മുത്തച്ഛനോട് പറഞ്ഞിട്ട് പോയിക്കോളാം. ഓഹോ, അപ്പം നീ എന്നെ വെല്ലുവിളിക്കുകയാണല്ലേ? അവരോട് പറഞ്ഞാൽ അവർ നിന്നെ വിടില്ലല്ലോ, അത് നിനക്കറിയാലോ. അതുകൊണ്ടല്ലേ നീ ഇപ്പം ഇങ്ങനെ പറഞ്ഞത്. മുത്തച്ഛനും പോയി പറഞ്ഞാൽ പിന്നെ നിന്നെ ഇവിടുന്ന് വിടല്ലോ, നിനക്കറിയാം. അങ്ങനെ എന്നെ തോപ്പിക്കാൻ നീ കരുതിയല്ലേ? എങ്കിൽ നടക്കില്ലടി. നീ കണ്ടോ, ഞാനെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നയന പറയാണ്, ഇല്ലമ്മേ, ഞാൻ ആരോടും പറയുന്നില്ല, ഞാനവിടെ പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നയന എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താ നയന, എന്താ നിനക്കൊരു വിഷമം പോലും ചോദിക്കുമ്പോൾ, ഒന്നുമില്ല ആദർശ് ചേട്ടാ, ഒരു പ്രശ്നമില്ല. അല്ല, നിനക്ക് എന്തോ ഒരു വിഷമമുണ്ട്, പറ, എന്നോട് പറ, എന്ത് നിനക്ക് വിഷമം? ഒന്നുമില്ല ആദർശേട്ടാ, ഞാൻ എൻ്റെ വീട് വരുന്ന പോയാലോന്ന് ആലോചിക്കുക. എന്തിനാ ഇപ്പം നിൻ്റെ വീട് വരെ പോകുന്നേ? ഒന്നുമില്ലാതെ ചേട്ടാ, ചുമ്മാ നന്ദുവിനെയും അച്ഛനെയൊക്കെ ഒന്ന് കാണാമല്ലോ ഓർത്തിട്ടാ. ആണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നേരത്തെ പറയായിരുന്നെങ്കിൽ ഞാൻ കൂടെ കൊണ്ടുവരത്തില്ലായിരുന്നോ, ഞാൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്യത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും സാറില്ല ആദർശേട്ടാ, ഞാൻ റോഡേക്ക് ഇങ്ങനെ പോയിക്കോളാം എന്ന് പറയാണ്. മുത്തശ്ശിയുടെ അടുത്തോട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി, എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോകണം, നന്ദുവിനെന്ന് കാണണം, അത്യാവശ്യമാണെന്ന് പറയുമ്പോൾ എന്ത് പറ്റുമോളെ? എന്തെങ്കിലും വയ്യാഴിക ആർക്കെങ്കിലും? അത് അച്ഛന് ചെറിയൊരു വയ്യാഴിക പോലെ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറയുമ്പോൾ, അതൊന്നും മോളെ വിഷമിക്കേണ്ട, അച്ഛൻ്റെ അസുഖം മാറിയിട്ട് വന്നാൽ മതി, മോളെ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവരും പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ 2-3 ദിവസമുള്ള ഡ്രസ്സൊക്കെ അവൾ ബാഗിലെടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യെ ചോദിക്കുകയാണ്, അല്ല നീ എങ്ങോട്ടായി പോന്നേ? എൻ്റെ വീട് വരുന്ന പോവാ ചേച്ചി, നമ്മുടെ വീട് വരുന്ന പറയുമ്പോഴേക്കും, അല്ല ഇപ്പം എന്തിനാ പോന്നേ? ഒന്നുമില്ല ചേച്ചി, ചുമ്മാ 2 ദിവസം പോയി നിൽക്കാമല്ലോ. നിന്റെ മുഖത്തുനിന്ന് വലുത്ത് വിഷമം പോലും ചോദിക്കുമ്പം ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളോട് നിന്ന് ഇറങ്ങി പോകാൻ നേരം ദേവയാനി വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഓഹോ, അപ്പം നിനക്ക് എന്നെ അനുസരിക്കാനൊക്കെ അറിയാമല്ലേ? മര്യാദയ്ക്ക് ഇറങ്ങിക്കോ, ഇനി മേൽ ഇങ്ങോട്ട് തിരിച്ചു കയറാമെന്ന് നീ മോഹിക്കേണ്ട. എൻ്റെ മോൻ നിന്നെ വിളിക്കില്ല, അതിനുള്ളതെല്ലാം അവനുള്ള ഷോക്ക് അവിടെ കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്.
ഇനി എങ്ങാണ് നീ എൻ്റെ മോനെ വിളിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ ആ നിമിഷം ഈ ദേവേനെ ഉണ്ടായിരിക്കില്ല എന്ന് ദേവേനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ നയനൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. നയന അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ ഈ ദേവയാനി നയന തമ്മിലുള്ള സംസാരമൊക്കെ അവിടെ നിന്നുണ്ട് നവ്യ കേൾക്കുന്നുണ്ട്. നവ്യ അകത്തേക്ക് പോയിട്ട് ആദർശിനെ ഫോൺ ചെയ്യുന്നുണ്ട്. ആദർശ് ഓർക്കാണ് നവ്യ എന്തിനിപ്പോൾ എന്നെ വിളിക്കുന്നതെന്ന് ഓർക്കുന്നുണ്ട്. എന്നിട്ട് നവ്യയോട് ആദർശ് ചോദിക്കാണ് എന്താ നവ്യ എന്താ കാര്യം ചോദിക്കുമ്പം ആദർശിട്ട ഒരു കാര്യം പറയാനുണ്ട്. നയന ഇവിടുന്ന് പോകുന്ന കാര്യം ആദർശോട് പറഞ്ഞെന്ന് ചോദിക്കുമ്പം പറഞ്ഞിരുന്നു അവളുടെ നന്ദുവിനെ അച്ഛനെ കാണാൻ പോവാണെന്ന് പറഞ്ഞതെന്ന് പറയുമ്പം പ്രത്യേകിച്ച് വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു, അവിടെ പ്രശ്നമൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത്. പിന്നെ എന്തിനു ഞാനിപ്പോൾ പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുത്തശ്ശനോടാണെങ്കിൽ അച്ഛനെ സുഖയില്ലെന്ന് പറഞ്ഞിട്ട് അവൾ പോയത്. അവളുടെ കയ്യിലൊരു ബാഗും ഉണ്ട്, കുറച്ച് ദിവസത്തിനുള്ള തുണിയുണ്ട്. അത് മാത്രമല്ല പോകാൻ നേരത്ത് ദേവയാനി വല്യമ്മയായിട്ട് അവൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ദേവയാനി പറയുന്നത് വല്യമ്മ പറഞ്ഞത് ഞാൻ കേട്ടു. എൻ്റെ മകനെ വിളിക്കുകയോ തിരിച്ചു വരാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് വല്യമ്മ പറഞ്ഞു എന്ന് നബി പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ആദർശനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു പാപമാവും, ഞാൻ നയനോട് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് നബി ഫോൺ കട്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ദേവയാനി ചതിക്കുകയാണ് നടക്കുന്നിട്ട് നയനെ മനഃപൂർവ്വം അവിടെ നിന്ന് പറഞ്ഞു വേണ്ടി ശ്രമിക്കുകയാണെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അത് ചാലേക്കാണ് എന്താണ് അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നുണ്ട്. ദേവയാനി മനസ്സിൽ കരുതുകയാണ് ഇനി നീ കണ്ടോ അവൾ ഇവിടുന്ന് പോയല്ലോ സമാധാനമായി, ഇനി ഇപ്പം എന്തായാലും ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരില്ല. ഇനി ഇവിടെ വന്നതിന് ശേഷം എൻ്റെ മോൻ്റെ മനസ്സ് എങ്ങനെയും മാറ്റണം, അങ്ങനെ അവൾ ഇവിടെ നിന്നേക്കുമായി ഒഴിവാക്കണമെന്നൊക്കെ ദേവയാനി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നവ്യ ഇങ്ങനെ ആലോചിക്കുകയാണ് ആദർശോട് പറഞ്ഞു നന്നായി, അല്ലെങ്കിൽ നയന ഈ കാര്യം ആരോടും പറയില്ല, ഞാൻ കേട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. ഇനിയിപ്പോൾ ആദർശനെ എങ്ങനെയെങ്കിലും വന്ന് നയനെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നവ്യൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് ഓഫീസിൽ നിന്നിട്ടും ദേവേനെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ നയന എവിടെയും ചോദിക്കുമ്പോൾ നിന്നോട് പറഞ്ഞില്ലേ അവൾ വീട്ടിലേക്ക് പോയി എന്ന് പറയാണ്. എന്തിനമ്മ അവൾ വീട്ടിലേക്ക് പോയെന്ന് ചോദിക്കുമ്പോൾ ആർക്കറിയാം, അവളോട് എന്തെങ്കിലും ആരോടെങ്കിലും പറയാനുണ്ടോ, എന്തോ കാര്യത്തിൽ പോവാണെന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്ന കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശിന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ദേവയാനി ശരിക്കും കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം. എന്നാൽ ശരിയമ്മേ ഞാൻ വൈകിട്ട് പോയി കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ വേണ്ട അവളെന്തോ അച്ഛന് സുഖമില്ലെന്നൊക്കെ പറഞ്ഞാൽ പോയത്, നീ പോയാൽ ഉടനെ തന്നെ അവൾ തിരിച്ചു പോരും, അവളുടെ കുറച്ച് ദിവസം നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ പതിയെ വലിഞ്ഞ് സംസാരിക്കുമ്പം ആദർശിന് കാര്യം മനസ്സിലാവാണ് നവ്യ പറഞ്ഞാലും സത്യമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആദർശ് തീരുമാനിക്കുകയാണ് ഇല്ല നയനില്ല, ഞാൻ ഒരിക്കലും അനന്തപുരം തറവാട്ടിലേക്ക് പോയില്ല, എൻ്റെ ഭാര്യയാണ് നയന, അവളെ ഇനി ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ ആദർശ് കുറച്ച് തീരുമാനം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് നാളെ നയനയും കൊണ്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോഴും അപ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു പൊട്ടിത്തെറിയൊക്കെ ദേവേനയുടെ പ്രശ്നമൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.